നമ്മുടെ ആത്മവിശ്വാസമില്ലായ്മ പല പരാജയങ്ങൾക്കും കാരണമാകും. സ്വയം വിശ്വസിക്കുകയും നന്നായി പരിശ്രമിക്കുകയും ചെയ്തില്ലെങ്കിൽ എന്തും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായി വരും. നിയന്ത്രണമില്ലാത്ത ജീവിതശൈലി, അച്ചടക്കക്കുറവ്, ലക്ഷ്യവുമായി പൊരുത്തമില്ലാത്ത പ്രവർത്തികൾ ഇതൊക്കെ പരാജയത്തിന്റെ കാരണങ്ങളാണ്. ഭയം, പ്രത്യേകിച്ച് പരാജയപ്പെടുമോ എന്ന ഭയം, പുതിയത് തുടങ്ങുന്നതിലും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലും തടസ്സങ്ങളുണ്ടാക്കും. സമയം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതിരിക്കുകയും അല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്ന് ചിന്തിക്കുന്നതും നമ്മുടെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തും. തുടർച്ചയും കഠിനവുമായ പ്രയത്നം, ചെയ്യുന്ന കാര്യത്തിലൊരു സ്ഥിരത എന്നിവ ഇല്ലെങ്കിൽ എത്ര കഴിവുണ്ടെങ്കിലും ഒരുപക്ഷെ വിജയം ലഭിക്കാതെ വന്നേക്കാം. മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ, എന്നെക്കൊണ്ട് ഇതൊന്നും കഴിയില്ല, ഞാനൊരു പരാജയമാണ് എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ വളർച്ചയെ തടയാൻ കാരണമാകും. തെറ്റായ കൂട്ടുകാർ, അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ, സഹായകരമല്ലാത്ത പരിസരം ഇവയെല്ലാം ആളുകളെ പരാജയത്തിലേക്ക് തള്ളിയിടും. ജീവിതത്തിലെ പിഴവുകളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയും പ്രതിസന്ധികളെ നേരിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാത്തത് ജീവിതത്തെ ഇരുട്ടിലാക്കും. ജീവിതത്തിലെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും കാണുമ്പോൾ ലക്ഷ്യത്തിലേക്കുള്ള പരിശ്രമം വേഗത്തിൽ ഉപേക്ഷിക്കുന്നത് വലിയ അവസരങ്ങളെ പോലും നഷ്ടപ്പെടുത്തി കളയും. ഓരോരോ കാര്യങ്ങൾക്കും അമിതമായ പ്രതീക്ഷ നൽകുകയും അതിനുവേണ്ടി ശ്രമിക്കാതെ വിജയം മാത്രം കാത്തിരിക്കുകയും ചെയ്യുന്നത് പരാജയത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. നന്നായി വിശകലനം ചെയ്യുകയോ ശരിയായി ആലോചിക്കുകയോ ചെയ്യാതെ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും പരാജയത്തിലേക്ക് നയിക്കും. മുതിർന്നവരുടെ ഉപദേശങ്ങളെ അവഗണിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു പരാജയ കാരണമാണ്. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും സഹായം തേടാനോ കൂട്ടായ പരിശ്രമം സ്വീകരിക്കാനോ തയ്യാറാകാത്തതും വിജയം കഠിനമാക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ തളർന്നു പോകുന്നതും സ്വന്തം പിഴവുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തതും പരാജയത്തിന്റെ മുന്നോടിയാണ്. വ്യക്തമായ പ്ലാനിംഗ് ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നതും കാര്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധിക്കാതെ പലതിലേക്കുമായി മനസ്സ് പോകുന്നതും നമ്മുടെ പ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കും. അപമാനങ്ങൾക്ക് ഒരിക്കലും മറുപടി നൽകരുത്. നിങ്ങളെ അപമാനിക്കുന്ന ആളുകളുടെ പ്രധാന ലക്ഷ്യം നിങ്ങളെ ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ്. നഷ്ടപ്പെട്ടു പോയ സമയം നമുക്ക് തിരിച്ചുപിടിക്കാനാവില്ല, എന്നാൽ വരാനിരിക്കുന്ന സമയം നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കാനാകും. ചെറിയ ചെറിയ പരാജയങ്ങളെ പോസിറ്റീവായി കാണണം. ആദ്യം അത് നമ്മളെ തളർത്തുമെങ്കിലും പിന്നീട് ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത വിധം നമ്മളെ ശക്തരാക്കും. താഴ്ന്നു കൊടുക്കണം, നമ്മെ അംഗീകരിക്കുന്നവർക്ക് മുന്നിൽ മാത്രം, എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മുന്നിൽ എപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം. നമ്മുടെ പരാജയങ്ങളിൽ, വേദനകളിൽ, തകർച്ചകളിൽ നമ്മോടൊപ്പം നിന്നവരെ മറക്കാതിരിക്കുക. അവരൊന്നും നമുക്കുള്ളതിനെ സ്നേഹിച്ചു വന്നവരല്ല, നമ്മെ സ്നേഹിച്ചു വന്നവരാണ്. നമുക്കുള്ളതിനെക്കുറിച്ച് അഹങ്കരിക്കുകയും മറ്റുള്ളവർക്കുള്ളതിനെ കരുതി അസൂയപ്പെടുകയും ചെയ്യുന്നത് സമാധാനം നഷ്ടപ്പെടുത്തുക മാത്രമല്ല, ജീവിതത്തിൽ നമ്മെ പരാജിതനാക്കുകയും ചെയ്യും. എളിമയോടെ ജീവിക്കുക, സ്നേഹം നൽകുക, മറ്റുള്ളവരെ സഹായിക്കുക എന്നതിനേക്കാൾ വലിയ കാര്യമാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നത്. ഉറച്ച തീരുമാനങ്ങളും തളരാത്ത മനസ്സുമുണ്ടെങ്കിൽ ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെ പോലും ഭയക്കാതെ നേരിടാൻ കഴിയും. കഴിവുകളേക്കാൾ വലുതാണ് മനസ്സിലെ അടങ്ങാത്ത ആഗ്രഹം. നിശ്ചയദാർഢ്യം കൊണ്ട് നമുക്ക് എവിടെയും എത്താനാകും. ഒഴുകുന്ന ജലവും പാറയും എപ്പോഴും ഏറ്റുമുട്ടും. ജയിക്കുന്നത് പലപ്പോഴും ജലമായിരിക്കും, ശക്തി കൊണ്ടല്ല, അതിനെ നിർത്താതെയുള്ള പരിശ്രമം കൊണ്ട് മാത്രം. ജീവിതത്തിൽ വഴിതെറ്റിയാൽ പരിഹസിക്കാൻ ഒരുപാട് പേരുണ്ടാവും, എന്നാൽ നേർവഴി കാട്ടിത്തരാൻ അവരിൽ ഒരാൾ പോലും ഉണ്ടാകില്ല എന്നതാണ് സത്യം. ആഗ്രഹിച്ച പലതും കൈവിട്ടു പോകുമ്പോൾ തിരിച്ചു പിടിക്കാൻ ധൈര്യമില്ലാതെ നിസ്സഹായതയോടെ ഒരിക്കലും നിൽക്കരുത്. പരിശ്രമം വിജയിപ്പിക്കാത്ത ഒന്നും തന്നെയില്ല. വിജയത്തിന്റെ തൊട്ടു മുന്നിലെത്തിയെന്ന് തിരിച്ചറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് പലരുടെയും പരാജയത്തിന് കാരണം. വിജയിക്കുമെന്ന ആത്മവിശ്വാസമില്ലാത്തവരും തോൽക്കുമെന്ന് സംശയമുള്ളവരും തീർച്ചയായും പരാജയപ്പെടും. ആരും ജീവിതത്തിൽ തോറ്റുപോകാതിരിക്കട്ടെ.